ഹായ് ഫ്രണ്ട്സ് ടൂറിട്ടപ്പോൾ ഐഡൽ സി ഒ ബേബി നമ്മൾ ജങ്കുക്ക് എപ്പോഴും മാതിരി ഒരു ഐഡലാണ്. കമ്പനി CEO ആണ്. ജങ്കുക്ക് ഇന്ത്യക്ക് വന്നിരുന്നു. ജങ്കുക്ക് CEO ആയിട്ട് വന്നത്. അത് മാത്രമല്ല ജങ്കുക്ക് പറയുന്നു, അയ്യോ എന്തൊരു കഷ്ടമാണ് ഈ ഇങ്ങനെ ഇന്ത്യക്ക് വന്നിരുന്നു. ഇന്ത്യയിൽ ജങ്കുക്കിന് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഓൾറെഡി ജങ്കുക്ക് സ്റ്റാർട്ട് തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തായിരുന്നു. അയ്യോ ഇപ്പോൾ ഇൻ്റർവ്യൂ എനിക്കൊരു സെക്യൂരിറ്റി വേണമല്ലോ, അങ്ങനെ സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞായിരുന്നു ജങ്കുക്ക്. ഹീറോയിൻ ഫസ്റ്റ് ഇയർ ആണ് കോളേജ് പഠിക്കുന്നത്. ഹീറോയിൻ അങ്ങനെയായിട്ട് എല്ലാവരും വന്നായിരുന്നു. അങ്ങനെ ജങ്കുക്കിലൂടെ സംസാരിച്ചാണ് സെക്യൂരിറ്റി വേണം പറഞ്ഞു. ഹീറോയിൻ്റെ ചേട്ടനാണ് അവിടെ ജങ്കുക്ക് ഇപ്പോൾ സെക്യൂരിറ്റി ജോബിക്ക് ജോയിൻ ചെയ്തു. ജങ്കുക്ക് പറഞ്ഞു, അർജുൻ മൊത്തം കമ്പനീസ് കാര്യം എല്ലാം നോക്കിക്കോണു. ഹീറോയിൻ ചേട്ടനെ കാണാൻ വന്നായിരുന്നു ഓഫീസ്. സ്കിമി അർജുൻ എവിടെയാണ് ഉള്ളത് അങ്ങനെ പറഞ്ഞു. എൻ്റെ ചേട്ടൻ ഇപ്പോൾ സെക്യൂരിറ്റിയാണ് ജോബ് ചെയ്യുന്നത്. ഓ മാം, നിങ്ങൾ അർജുൻ്റെ ആരാ? ഞാൻ അവരുടെ സിസ്റ്റർ അനിയത്തിയാണ് പറഞ്ഞു. ഓക്കെ. അർജുൻ കോൾ വന്നു. ഹലോ അർജുൻ സർ, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? നിങ്ങളുടെ അനിയത്തി? അവളുടെ മേഖല വരാൻ പറഞ്ഞു. ജങ്കുക്ക് ആരാ? സർ, എൻ്റെ അനിയത്തിയാണ്. ഓ അനിയത്തിയാണോ? ഒന്ന് അങ്ങനെ കൂടെ ഓടി വന്ന് ഈ ഡ്രസ്സ് ഇട്ട് ഈ ഫോട്ടോ കാണുന്ന അതേമാതിരി ഡ്രസ്സ് ഇട്ടിട്ട് ഹെയർ സ്മിച്ചിട്ട് ഒരു ക്യൂട്ടായിട്ട് ബാഗ് ഇട്ടിട്ട്, ചേട്ടാ ആരാ ഇത്? പ്രിയാണോ? അത് ചേട്ടാ, ഇതാ അമ്മ തന്ന സ്വീറ്റ്. ഇത് ചേട്ടനിക്ക് എല്ലാ ഫ്ലേവറുണ്ട്. ഡാൻസ് ഇതൊരു ടിഫിൻ. ഇത് നിനക്ക് ഇത് ഡിഷ്, ഇത് സ്വീറ്റ്, ഇത് ഡിന്നർ. ശരിപ്പാ, ബായ് ചേട്ടാ. ശരി ഡി, ഇന്ന് എനിക്ക് കോളേജില്ലേ ചേട്ടാ? ഈ ഡിന്നർ കഴിച്ച ശരി. ഇപ്പോൾ ഞാൻ ബായ്. നീ പോകണ്ട ഇവിടെ നിന്നോ, കോളേജില്ലേ? ഇല്ല ചേട്ടാ, ലീവാണ്. ഓ ലീവാണോ? ഈ ടിഫിൻ നീ കൊണ്ടുപോയിക്കോ. ശരി ചേട്ടാ, ഇരുന്നോ. നീ ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ച് വന്നതാ. അങ്ങനെ ചെമ്പൊക്കെ സ്മാൾ ചെയ്ത് ഹീറോയിനെ നോക്കുമായിരുന്നു. ചെമ്പൊക്കെ ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു സ്ട്രക്കായിരുന്നു. ഓ ക്യൂട്ടായിട്ടുണ്ടല്ലോ ഗേള്. ഫസ്റ്റ് ഇയർ പഠിക്കും. എന്ത് 18 ആയതാ? ഓ ഫസ്റ്റ് ഇയർ പഠിക്കണോ? ജങ്കുക്ക് ഹീറോയിന് സ്റ്റിക്കായിരുന്നു. സർ, ഈ സ്വീറ്റ് കഴിച്ചോ? അത് സ്വീറ്റ് ടേസ്റ്റ് നോക്കി. വാവ്, നന്നായിട്ടുണ്ടോ ടേസ്റ്റ്? താങ്ക് യു എന്ന് ജങ്കുക്ക് പറഞ്ഞു. എങ്ങനെയാണോ സർ? അങ്ങനെയായിട്ട് ജങ്ക് സ്മാൽ ചെയ്ത ഹീറോയിൻ എന്തെല്ലാം ചെയ്യുന്നതെല്ലാം കണ്ടുവരുന്നു. ഹീറോയിൻ്റെ ഫോണിൽ രാഹുൽ എന്നെ കോൾ വന്നു. ജങ്കുക്ക് ശ്രദ്ധയായി. ഓക്ക് ബോയ് ഫ്രണ്ട് കേട്ടോ. അങ്ങനെയായിട്ട് കണ്ടക്കാതിരുന്നു ജങ്കുക്ക്. അങ്ങനെയായിട്ട് ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. ജങ്കുക്കിൻ്റെ മോം ഡാഡി ഇന്ത്യയൊക്കെ വന്നു. അങ്ങനെ ഇന്ത്യ ലാംഗ്വേജ്. ജങ്കുക്കിൻ്റെ മമ്മി ഇന്ത്യൻ ഗേളാണ്, ഡാഡ് കൊറിയ. അങ്ങനെ മാരേജാണ് ചെയ്തത്. അങ്ങനെ ജങ്കുക്ക് ഇങ്ങനെ ഫാമിലി മീറ്റിംഗ് ചെന്ന ഹീറോയിൻ്റെ മമ്മി ഡാഡി മീറ്റ് ചെയ്ത് സംസാരിച്ചു. അർജുൻ്റെ ചേട്ടന് അർജുനാണ്, അർജുൻ്റെ അമ്മ ഹീറോയിൻ അനിയത്തിയാണല്ലേ. അങ്ങനെയുള്ള ഫാമിലി സംസാരിച്ച് അതിനായിട്ട് ഹീറോയിനെ ജങ്കുക്ക് മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. ഇവളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ജങ്കുക്ക് മാരേജ് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു. ജങ്കുക്ക് ഫോൺ സംസാരിക്കുമായിരുന്നു. അവളിപ്പോൾ ഫസ്റ്റ് ടൈം പഠിക്കാം. അങ്ങനെ രണ്ടുപേർക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ജങ്കുക്കിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ എൻഗേജ്മെൻറ്റ്? അത് അവൾ ഓക്കെ ആണോ? അവരുടെ ഫാമിലിയെല്ലാം ഓക്കെ ആണോ? ജങ്കുക്ക് സ്മൈൽ ചെയ്ത് ഓക്കെ, എനിക്ക് ഓക്കെയാണ്. അവിടെ ചോദിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാം. കമ്പനി CEO ജങ്കുക്ക് കേപ്പപ്പാട്. ഹീറോയ്ക്ക് ജങ്കുക്കിന് ഒരുപാട് ഇഷ്ടമാണ്, ക്രഷാണ്. അയ്യോ ഓക്കെ മമ്മി എന്ന് പറഞ്ഞു. ഹീറോയ്ക്കും ജങ്കുക്കും എൻഗേജ്മെൻറ്റായി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്കും ജങ്കുക്കും മാരേജായി. ജങ്കുക്ക് പറയായിരുന്നു, ഇപ്പോൾ നിനക്ക് പഠിച്ചിട്ട് ഗ്രാജുവേറ്റ് ആയാലേ? ഗ്രാജുവേറ്റായി. അതൊക്കെ ഗ്രാജുവേറ്റായി. ഇപ്പം മാരേജ് നടക്കുന്നത്. ഹീറോയിനെ സംസാരിച്ച മാരേജ് നടന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ജോലിയായിട്ട് ജങ്കുക്ക് കൂടെ ലൈഫ് ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ജങ്കുക്ക് പറയാൻ തുടങ്ങി, ശരി ഓക്കെ, നിനക്ക് ഫാഷൻ ഡിസൈനർ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? അത് ഇല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നു. നീ ഇപ്പോൾ ഫാഷൻ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചോ? പ്രശ്നമൊന്നുമില്ല. ജങ്കുക്ക് ഹഗ്. താങ്ക് യു. അതെ, നീ പകുതി പഠിച്ചത് എന്താ അറിയോ? നീ ഫുൾ പഠിച്ചോ എന്ന് പറഞ്ഞു ജങ്കുക്ക്. ഹീറോയെ പഠിക്കാൻ പറഞ്ഞു. കുറച്ച് ഹീറോയ്ക്ക് മാരേജ് ആയില്ല. അപ്പോൾ ജങ്കുക്ക് പറഞ്ഞു നീ പഠിച്ചോ എന്ന്. ഹീറോയി പഠിച്ചു. മാരേജ് നിന്നിട്ട് കഴിഞ്ഞായിരുന്നു.
റൂമിലാണ് ഹീറോയിനോട് പറഞ്ഞു. ഹീറോയിൻ ജോയിൻ ചെയ്ത് ഫാഷൻ ഡിസൈൻ പാതി പഠിച്ചതാണ്. അങ്ങനെ ഫുൾ പഠിക്കുന്നത് ഹീറോ ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങി. ജങ്കുക്ക് മോഡൽ ഡ്രസ്സ്, ഹെയർ സ്റ്റൈൽ, സ്കിൻ മേക്കപ്പ് അതെല്ലാം ജങ്കുക്ക് ഒരു കമ്പനി കെട്ടിയായിരുന്നു. അത് ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നിറയെ ഉണ്ട്. ഹീറോയിൻ്റെ ഫ്രണ്ട് സ്കിൻ മേക്കപ്പ്, അതാണ് ഹീറോയിൻ്റെ ഫ്രണ്ട് പഠിച്ചത്. പിന്നെ ഒരു ഫ്രണ്ട് ഹെയർ സ്റ്റൈല്, പിന്നെ ഹീറോ ഡ്രസ്സ് ഡിസൈനർ. അങ്ങനെ ഹീറോയിൻ നല്ല ബിസിനസ് നല്ല ലെവലിലേക്ക് എത്താൻ ചെയ്യും. പിന്നെ ഹീറോയിൻ നിറയെ ഡ്രസ്സ് മോഡൽ ഡ്രസ്സ് എല്ലാം ഉണ്ടാക്കി എല്ലാ മോഡൽസ് പിന്നെ ആക്ട്രസ് എല്ലാവർക്കും മാത്രമാണ് ഹീറോയിൻ ബാഞ്ച് കമ്പനി. ഹീറോയിൻ്റെ കമ്പനി അത് ഫേമസ് കമ്പനിയാണ്. എല്ലാ ബിസിനസ് വുമൻ എല്ലാവർക്കും വേണ്ടി. പിന്നെ ഒരു ബാൻഡ് ഗ്രൂപ്പുണ്ട്, പിന്നെ ഒരു കമ്പനിയുണ്ട്. അത് പറഞ്ഞ് റിച്ച് അല്ല, അത് സിമ്പിളാണ്. ഇന്ത്യയിലും ഉണ്ട്. അത് ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ് ഇന്ത്യയിൽ നോക്കാണ് കമ്പനി. അങ്ങനെ ഒരു കമ്പനി നല്ല റിച്ച് ആയിട്ട് നല്ല ഫേമസ് ആവാൻ തുടങ്ങിയിരുന്നു. അതുപോലത്തുള്ള ഹീറോയിൻ്റെ ചേട്ടനും ഫാഷൻ ഡിസൈനും പഠിച്ചിരുന്നു. പിന്നെ കുറച്ച് ഫാഷൻ ഡിസൈൻ പഠിച്ചു, വീണ്ടും ഫാഷൻ ഡിസൈൻ പഠിച്ചിരുന്നു. അത് ഓൺലൈൻ ക്ലാസ്സാണ്. ഹീറോയിൻ ചേട്ടൻ ഫാഷൻ ഡിസൈൻ പഠിച്ചു. പിന്നെ കമ്പനി എല്ലാം ഉണ്ട്, നന്നായിട്ട് ഫേമസ് ആവുന്നത്. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. ഇപ്പോൾ ഹീറോയ്ക്ക് 2 ബേബീസാണ്. ഫസ്റ്റ് ബോയ് ബേബി, നെക്സ്റ്റ് ഗേൾ ബേബി. ഫസ്റ്റ് ബോയ് ബേബി ഇപ്പോൾ 4ാം ക്ലാസ് പഠിക്കുക. രണ്ടാമത്തെ ബേബി 2ാം ക്ലാസ് പഠിക്കുകയാണ്. അങ്ങനെയായിട്ട് ഇപ്പോൾ ചെറിയ കുട്ടി, ഇപ്പോൾ ഒരു ക്യൂട്ടായിട്ട് ഒരു ബോയ് ഉണ്ട്. അത് 1 വയസ്സായി. ഹീറോയി പറയാൻ തുടങ്ങി, എല്ലാ കുട്ടികളെ നോക്കിക്കോ മോം, ഞാൻ പോയിട്ട് വരാം എന്ന്. ഹീറോയി കമ്പനി നന്നായിട്ട് റൺ ചെയ്യാണ്. അതല്ല ജങ്കുക്കിനോട് ഇൻ്റർവ്യൂവിലുള്ള ചോദിക്കുക, സാർ നിങ്ങളെ കസ്തൂരി പറയാം. ജങ്കുക്ക് പറയാം, ഞങ്ങളെ മീറ്റ് ചെയ്തത് എനിക്കിവളെ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുമാത്രമല്ല എനിക്കിവളെ പിടിച്ചായിരുന്നു. മാത്രമല്ല ഞാൻ പ്രൊപ്പോസ് ചെയ്തില്ല, ഡയറക്ടർ മാരേജ് എന്ന് ചെയ്തത് എന്നും പറഞ്ഞു. പിന്നെ ഞാൻ മാരേജ് അപ്പോൾ എനിക്ക് പ്രൊപ്പോസ് ചെയ്തു പറഞ്ഞു. ഓ അങ്ങനെയാണ് സാർ, ശരി ഓക്കെ. ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. കുട്ടികൾ ഡ്രാമ മൂവിയിലെല്ലാം അഭിനയിക്കും. ഭയങ്കര ഹാപ്പി ഫാമിലിയായി സന്തോഷത്തിൽ